മഹാഭാരതം ഭാഗം 2 ഭാരതവംശത്തിലെ ശക്തനായ രാജാവായിരുന്നു ശന്തനു. ഒരു ദിവസം ഗംഗ നദീതീരത്ത് അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗാദേവിയെ കണ്ടത്. അവളെ കണ്ടതും സ്നേഹിച്ചതും വിവാഹം അഭ്യർത്ഥിച്ചതുമാണ്. ഗംഗ തന്റെ 3 വ്യത്യസ്തപ്പെട്ട വാഗ്ദാനങ്ങൾ അറിയിച്ചു. അവളുടെ പ്രവൃത്തികളെ ചോദ്യങ്ങളില്ലാതെ സ്വീകരിക്കണം. 2 എത്രയും പ്രതീക്ഷ കൂടിയാലും ഒന്നും ചോദിക്കരുത്. 3 പുനരാഘോഷം വേണ്ടെന്ന് പറഞ്ഞു. അവളെയും ശന്തനും വിവാഹം ചെയ്തു. അവൾക്ക് 9 കുട്ടികളുണ്ടായി. ഓരോന്നെയും അവൾ ജനിച്ച ഉടനെ നദിയിലേക്കെറിയുകയായിരുന്നു. ശന്തനു വിചാരാശയത്തോടെ നിന്നു. എങ്കിൽ 9ാമത്തെ കുഞ്ഞിനെ നദിയിലേക്ക് ഇട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നീ ചെയ്യുന്നത്? അവൾ പറഞ്ഞു, നീ എന്റെ വാഗ്ദാനങ്ങൾ ലംഘിച്ചു. ഞാൻ പോകുന്നു. ഇവന്റെ പേരാണ് ദേവവ്രതൻ. അവനാണ് ഭീഷ്മൻ എന്ന പേരിൽ മഹാഭാരതത്തിൽ അറിയപ്പെടുന്നത്. ഭീഷ്മൻ തന്റെ പിതാവിന്റെ ഇഷ്ടത്തിനായി രാജസിംഹാസനം ഉപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അകലുന്നു രാജഗതിയിൽ നിന്നും. ഞാൻ വിവാഹിതനാകില്ല. എനിക്ക് സന്താനമുണ്ടാകില്ല. ഇതാണ് ഭീഷ്മവ്രതം ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും അതികായ ഉദാഹരണം.